മുഖ്യമന്ത്രി ഏതാണ്ട് മൊത്തത്തിൽ പെട്ടുപോയ സ്ഥിതിയിലാണ്. ഒരു വഴിക്ക് ശബരിമല വരുമ്പോൾ ഇപ്പുറത്ത് മകന്റെയും മകളുടെയും വിഷയത്തിൽ തല പുകയ്ക്കുകയാണ് കേരള മുഖ്യമന്ത്രി. പിണറായിക്കും മകൾ വീണയ്ക്കുമെതിരെ നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേന്ദ്ര ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിച്ചില്ലെന്നത് പിണറായിക്ക് ശക്തമായ ബന്ധങ്ങൾ പലയിടത്തും ഉണ്ടെന്നതിന്റെ തെളിവുകൾ തന്നെയാണ്. ഒരു പരിധിവരെ കേന്ദ്ര ഏജൻസികൾ സ്വതന്ത്രമാണെന്ന് പറയാമെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം വേണ്ട വിധത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ശ്രമിക്കുന്ന സാഹചര്യവുമുണ്ട്. തെളിവില്ലാത്തത് കൊണ്ടല്ല മുഖ്യനോ മകളോ അഴിക്കുള്ളിൽ പോകാത്തതെന്നത് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ വീണ വിജയന്റെ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SFIO പിണറായിയുടെ കയ്യിൽ നിൽക്കില്ലെന്ന ഭയം നിമിത്തമാണെന്ന് തോന്നുന്നു. SFIO അന്വേഷണം ചോദ്യം ചെയ്ത് വീണ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി സമീപിച്ചതിന്റെ കാരണവും എന്തായാലും കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ അപ്പീൽ കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതും. SFIO അന്വേഷണത്തിന്റെ നടപടികൾ നിർത്തിവെക്കണം, അന്വേഷണത്തിൽ സ്റ്റേ അനുവദിക്കണം എന്ന ആവശ്യങ്ങളാണ് വീണ കോടതിയിൽ ഉന്നയിച്ചതെങ്കിലും അത്തരത്തിലൊരു ഇടക്കാല ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ഇത് സംബന്ധിച്ച് നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന വാദം ഉയർന്നതോടെയാണ് കേന്ദ്ര സർക്കാരിനും SFIOയ്ക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിടുന്ന സാഹചര്യമുണ്ടായത്. എക്സാലോജിക് കമ്പനി CMRL നിന്ന് സേവനങ്ങളൊന്നും ചെയ്യാതെ 1.72 കോടി കൈപ്പറ്റി എന്ന ആരോപണത്തിൽ 2022 മുതൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ വീണ വിജയന് സുപ്രധാന പങ്കെന്ന് SFIO റിപ്പോർട്ട് വിരൽ ചൂണ്ടുമ്പോൾ വീണയും ശശിധരൻ കർത്തയുടെയും ഒത്തുകളിയാണ് ഇതെന്ന ബോധ്യം പൊതുജനങ്ങൾക്കുണ്ട്. എന്തായാലും 11ാം പ്രതിയായ വീണയുടെ ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള സാഹസികമായ നീക്കങ്ങൾ തന്റെ ഒത്തുകളികൾ പുറം ലോകത്ത് എത്താതിരിക്കാൻ വേണ്ടിയാണെന്നത് ഉറപ്പാണ്.